11 സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന മതപരിവർത്തന നിയമം പിൻവലിക്കണമെന്ന ബിഷപ്പ് പാംബ്ലാനിയുടെ ആവശ്യം അതിമോഹമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതാവ് RV ബാബു പറയുന്നു. ക്രൈസ്തവ സഭകൾ ഈ നിയമം പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നത് രാജ്യത്ത് പാവപ്പെട്ട ഹിന്ദുക്കളെ യഥേഷ്ടം മതം മാറ്റാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ക്രൈസ്തവ സഭകൾ ഹിന്ദുക്കളുടെ ദാരിദ്ര്യം മുതലെടുത്ത് സേവനത്തിന്റെ മറവിൽ രാജ്യത്തെങ്ങും നടത്തിവന്ന മതം മാറ്റങ്ങളെ തടയാനാണ് കോൺഗ്രസ് സർക്കാരുകൾ 1967 മുതൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഓരോ സംസ്ഥാനത്തും കൊണ്ടുവന്നത്. മതമാറ്റ കാര്യത്തിൽ സഭകൾക്കുള്ളത് കുപ്രസിദ്ധമായ ചരിത്രമാണെന്ന് പാംബ്ലാനി ബിഷപ്പിനെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് RV ബാബു പറഞ്ഞു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പോലും മതം മാറ്റം നിരോധിക്കണമെന്ന് പറഞ്ഞത്. ദാരിദ്ര്യം ദൈവത്തിന്റെ വരദാനമാണെന്നും അതുവഴി ദരിദ്രരെ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെന്നും പറഞ്ഞത് മിഷണറീസ് ഓഫ് ചാരിറ്റീസിലെ സിസ്റ്റർ നിർമ്മലയായിരുന്നു. 2000 ആണ്ടോടെ ലോകത്തെ സുവിശേഷവൽക്കരിക്കാൻ ജോഷുവ 1, ജോഷുവ 2 എന്നീ പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ച് വിദേശ ഫണ്ടിങ്ങിന്റെ സഹായത്തോടെ വൻ മതപരിവർത്തന പദ്ധതികൾ തയ്യാറാക്കിയത് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ആയിരുന്നു. മതം മാറ്റത്തെക്കുറിച്ചുള്ള ഒരു കേസിൽ മതം പ്രചരിപ്പിക്കാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നൽകുന്ന സ്വാതന്ത്ര്യം മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യമല്ലെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് 1978 തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലും മതം മാറ്റ നിരോധനം നടപ്പിലാക്കണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം കേരള സർക്കാർ നടപ്പിലാക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നതെന്നും RV ബാബു പറഞ്ഞു.